ശകുനി വിധിച്ച ചൂതാട്ടം എന്ന മഹാചതിയിൽപ്പെട്ട് രാജ്യവും സർവ്വതും നഷ്ടമായ പാണ്ഡവർക്ക് ഒടുക്കം 12 വർഷം വനവാസവും 1 വർഷക്കാലം അജ്ഞാതവാസവും വിധിക്കപ്പെട്ടു. അങ്ങനെ പാണ്ഡവരും പാഞ്ചാലിയും തങ്ങളുടെ വിധി നടപ്പിലാക്കുവാൻ ഗമിച്ചു. അങ്ങനെ അവരുടെ യാത്ര 3-ാമത്തെ രാത്രി ആയിക്കഴിഞ്ഞിരിക്കുന്നു. അവരേവരും ഘോരാത്മാക്കളും മനുഷ്യരെ ഭോജനമാക്കുന്നവരുമായ രാക്ഷസന്മാർ വസിക്കുന്ന ഭീകരവന പ്രദേശമാകുന്ന കാമ്യകാരണ്യത്തിൽ എത്തിച്ചേർന്നു. ആ പ്രദേശത്ത് മുനിമാരോ ഇടയന്മാരോ പോലും എത്തിച്ചേരാത്ത പ്രദേശമായിരുന്നു. അങ്ങനെയുള്ള പ്രദേശത്ത് കൂടി ആ 6 മനുഷ്യർ നടന്നു നീങ്ങി. എന്നാൽ മനുഷ്യഗന്ധം തിരിച്ചറിഞ്ഞ ഒരു ഭീകര രാക്ഷസൻ തൻ്റെ ഭീകരമായ സത്വത്തോടു കൂടി അവരുടെ മുൻപാകെ ഒരു മഹാമേരു പോലെ നിലകൊണ്ടു. അവനാകുന്നു ആ ദേശത്തിൻ്റെ അധിപനാകുന്ന കിർമീരൻ. അവൻ കൈകൾ നീട്ടി വായി തുറന്നു ഭീഷണനായി പാണ്ഡവരുടെ വഴി തടഞ്ഞുകൊണ്ട് മുട്ടിൽ നിന്നു. 8 ദ്രംഷ്ടുകൾ കാട്ടി രക്താക്ഷനായി ദീപ്തമായ ഊർദ്ധകേശത്തോടെ സൂര്യാംശു മിന്നുന്ന വെള്ളിരേഖകളുള്ള കാർമേഘം പോലെ രാക്ഷസമായകൾ സൃഷ്ടിച്ചുകൊണ്ട് രൂക്ഷവും ഉത്കടവുമായ ശബ്ദമുണ്ടാക്കി. ഇടിവെട്ട് തീയേന്തുന്ന കാർമേഘം പോലെ അവൻ അലറി. അവൻ്റെ ഗർജനം ശ്രവിച്ചുകൊണ്ട് സ്ഥലജല പക്ഷികൾ ഭയന്ന് ആകാശമെങ്ങും ചുറ്റിപ്പറന്നു. പുലികളും മാനും പോത്തും കരടിയും ചാടിയോടിപ്പോകുമ്പോൾ അവൻ്റെ നാദം കൊണ്ട് ആ കാടാകെ ഇളകി മറിഞ്ഞു. അങ്ങനെ പഞ്ചപാണ്ഡവരുടെ മുൻപിൽ അജ്ഞാതനായ ഒരു ശത്രു പഞ്ചേന്ദ്രിയങ്ങളോട് ഏൽക്കുന്ന മഹാശോകം എന്ന പോലെ ആ വലിയ ശത്രു വന്ന് നിലകൊണ്ടു. സന്യാസിവേഷം അണിഞ്ഞുകൊണ്ടുവരുന്ന പാണ്ഡുപുത്രന്മാരെയും പുത്രവധുവിനെയും മൈനാകപർവ്വതം പോലെ ആ വഴിയടച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഭീകരനെ കണ്ട് ദുശാസനൻ ചുറ്റിയിഴച്ച് അഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന മുടിയോടുകൂടിയ ആ സുന്ദരി ദ്രൗപദി ഈ ഭീകര കാഴ്ച കണ്ട് പേടിച്ച് ബോധരഹിതയായി മാറി. 5 കുന്നുകൾക്ക് നടുവിൽ നിൽക്കുന്ന നദി പോലെ വിളങ്ങിയവൾ വിഷയാസക്തമായ ഇന്ദ്രിയങ്ങൾ രതിയെ താങ്ങുന്നതുപോലെ ബോധരഹിതയായി മോഹാലസ്യപ്പെട്ട അവളെ അവളുടെ പതികളാകുന്ന ആ 5 മഹാമേരുകൾ താങ്ങി നിർത്തി. കാമരൂപനും ക്രൂരനുമായ ആ രാക്ഷസൻ കാലനെ പോലെ പാഞ്ഞെടുത്തു പാണ്ഡവരുടെ സമീപത്തേക്ക്. അപ്പോഴേക്കും അവനോടായി ദീർഘപ്രാജ്ഞനായ യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് ആരാകുന്നു? എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം? ഞങ്ങളെ ഏവരെയും അങ്ങ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാകുന്നു? എന്ത് ലാഭമാണ് അങ്ങേക്ക് ഇതിൽ നിന്ന് നേടുന്നത്? ആ ചോദ്യങ്ങൾക്ക് മറുപടിയായി രാക്ഷസൻ പറഞ്ഞു, ഞാൻ ബഗന്റെ അനുജനായ കിർമീരനാകുന്നു. പ്രസിദ്ധമായ നമ്മെ അറിയാത്തവൻ ആരാണുള്ളത്? നാം സസുഖം ഈ കാമികാ വനത്തിൽ ജീവിക്കുന്നു. എൻ്റെ ഭക്ഷണം നരമാംസമാകുന്നു. നമ്മോട് പോരിൽ തോറ്റ മനുഷ്യരെ കൊന്ന് ആഹാരമാക്കുകയാണ് നാം ചെയ്യുന്നത്. ഇന്നെൻ്റെ ഭോജനമായി വന്നിരിക്കുന്നത് നിങ്ങളാകുന്നു. അവൻ്റെ ചോദ്യത്തിന് മറുപടിയായി യുധിഷ്ഠിരൻ ഇപ്രകാരം അരുളി, ഹസ്തിനാപുരത്തിൻ്റെ രാജപ്രമുഖനായിരുന്ന പാണ്ഡുവിൻ്റെ പ്രഥമ സന്താനമാകുന്നു ഞാൻ. നമ്മുടെ നാമം യുധിഷ്ഠിരൻ എന്നാകുന്നു. ഭവാൻ ഒരു പക്ഷേ കേട്ടിരിക്കാം, ഭീമാർജുനാദി സകല ഭ്രാതാക്കളോടും കൂടി നാം നാടുപോയതുമൂലം വനവാസത്തിനു വേണ്ടി ഗമിച്ചിരിക്കുന്നു. അങ്ങനെ നീ അടക്കി വാഴുന്ന ഈ പ്രദേശത്ത് ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നു. അത് കേട്ട മാത്രയിൽ കിർമീരൻ വളരെ കാലമായി നാം വിചാരിച്ചിരുന്ന ഒരാഗ്രഹം പ്രയത്നം കൂടാതെ വന്നു ചേർന്നിരിക്കുന്നു. ഭീമസേനനെ വധിക്കണമെന്ന് വിചാരിച്ച് നാം ആയുധവുമേന്തി നടന്നിട്ടുണ്ട്. അവനെ കണ്ടുകിട്ടുക ഉണ്ടായില്ല. നാം ഈ പാരാകെ അവനായി അലഞ്ഞു. എന്നാൽ കാലം ഇപ്പോൾ എൻ്റെ മുൻപിൽ അവനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. നമ്മുടെ ഭ്രാതാവാകുന്ന ബഗനെ വധിച്ചവനാകുന്നു അവൻ. വിദ്യാബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ എൻ്റെ ഇഷ്ടപ്രിയനാകുന്ന ഹിഡുംബനെയും കൊന്നു അവൻ. ശേഷം അവൻ്റെ സഹോദരിയെ അപഹരിച്ചു. ആ മൂഢൻ ഇന്നെൻ്റെ കൊടുങ്കാട്ടിൽ വന്നിരിക്കുന്നു. അതും ഞങ്ങൾക്ക് അവകാശപ്പെട്ട സഞ്ചാരകാലമായ അർദ്ധരാത്രിയിൽ. അതും എൻ്റെ കരത്തിനുള്ളിൽ. ഏറെക്കാലമായി പകവീട്ടലിന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇവൻ്റെ രക്തം കൊണ്ട് ബഗന് തർപ്പണം ചെയ്യും ഞാൻ.
പണ്ട് അഗസ്ത്യൻ വാതാപി എന്ന മഹാസുരനെ ഭക്ഷിച്ച് ദഹിപ്പിച്ചതുപോലെ അവനും ഇല്ലാതാകും. അവനെ വിട്ടു തന്നില്ലെങ്കിൽ നിന്നെ നാം ഭക്ഷിക്കുന്നതാകും യുധിഷ്ഠിര എന്ന് അലറി വിളിച്ചുകൊണ്ട് ആ രാക്ഷസൻ അരുളി. അത് കേട്ടതും ധർമ്മാവായ യുധിഷ്ഠിരൻ അത് നിനക്ക് കഴിയുകയില്ല എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. കോപത്താൽ ജ്വലിച്ചു നിൽക്കുന്ന തൻ്റെ ശത്രുവിൻ്റെ ഈ ചൊടിപ്പിക്കും തരത്തിലുള്ള വാക്കുകൾ ശ്രവിച്ച ഭീമസേനൻ ഒരു ഭീമാകാരമായ വൃക്ഷം പറിച്ചെടുത്തുകൊണ്ട് അവിടെ നിലകൊണ്ടു. അപ്പോഴേക്കും ആ വൃക്ഷത്തിൻ്റെ ഇലകളെല്ലാം തന്നെ ഊരിത്തെറിച്ചു. ഭീമൻ അവിടെ നിലകൊണ്ടപ്പോൾ വജ്രം പോലെ ശക്തമായ ഗാണ്ഡീവം എടുത്തുയർത്തി കുലച്ചുകൊണ്ട് അർജുനനും നിലകൊണ്ടു. എന്നാൽ അർജുനനെ വശത്തേക്ക് മാറ്റി നിർത്തി ഭീമൻ എന്ന വായുപുത്രൻ ആ കിർമീര രാക്ഷസന്റെ അടുത്തേക്ക് കുതിച്ചു. തൻ്റെ ആ ആയുധമാകുന്ന വൃക്ഷം കൊണ്ട് ആ രാക്ഷസനെ ഭീമൻ പ്രഹരിച്ചു. എന്നാൽ ഭീമപ്രഹരം ഏറ്റ അവന് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവിടെ തന്നെ നിലകൊണ്ടു. ഒരേ സ്ത്രീക്കായി പണ്ട് ബാലി സുഗ്രീവന്മാർ നടമാടിയ യുദ്ധം പോലെ ഘോരമായ യുദ്ധം അവിടെ അരങ്ങേറി. ആനയുടെ മസ്തകത്തിൽ അടിച്ചു തകർന്ന താമര പോലെ പല വൃക്ഷങ്ങളും ചതഞ്ഞരിഞ്ഞു പോയി. ആ യുദ്ധത്തിൽ ചതഞ്ഞ മരങ്ങൾ കാട്ടിൽ പഴന്തുണി പോലെ പറന്നു. അങ്ങനെ ആ വൃക്ഷയുദ്ധം മുഹൂർത്ത സമയത്ത് നടന്നു. ആ രാക്ഷസമുഖ്യനും നരമുഖ്യനും തമ്മിൽ സമമായി യുദ്ധം ചെയ്തു. ഭയങ്കരമായി പോരാടുന്ന രാക്ഷസൻ ഭയങ്കരമായ ഒരു ചെറുപർവ്വതം എടുത്തുയർത്തി ഭീമനെ ശക്തമായി പ്രഹരിച്ചു. എന്നാലുണ്ട് ഭീമന് വല്ലതുമാവുന്നു. ഭയങ്കരമായ രണ്ട് കാളക്കുറ്റന്മാരെ പോലെ അവർ പോരാടി. തങ്ങളുടെ ജീവിതം ഇത്തരത്തിലാക്കിയ സർവരെയും ചിന്തിച്ച് അവരെ മനസ്സിലേക്ക് ആവാഹിച്ച് അവരോടുള്ള സകല പകയും തൻ്റെ കരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ബൃഹോദരൻ രാക്ഷസനെ പ്രഹരിച്ചു. അങ്ങനെ പോരാടി അവസാനം രാക്ഷസൻ വിഷണനായി എന്നറിഞ്ഞപ്പോൾ ഭീമൻ അവൻ്റെ ഖണ്ഡത്തിൽ ഞെരിച്ചു. അങ്ങനെ ഭീമൻ അകിർമീരൻ എന്ന മഹാരാക്ഷസനെ കാലപുരിയിലേക്ക് അയച്ചു.